ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അർജുൻ. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണേ iQൻ്റെ 15R ആണ്. ഇതൊരു 12GB റാമും 512GB സ്റ്റോറേജും വരുന്ന ഒരു വേരിയൻ്റ് ആണ്. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ച സമയത്ത് ഏകദേശം ഒരു 53,000 റുപ്പീസാണ് ഇതിന് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഹയർ വേർഷനാണ് ഇപ്പോൾ നമ്മൾ വേരിയൻ്റാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ ഇതെനിക്ക് ആദ്യമായിട്ട് അൺബോക്സ് ചെയ്തപ്പം എനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ചാൽ ഇതൊരു പ്രീമിയം ഫോൺ അൺബോക്സ് ചെയ്യണ അതേ ഫീലായിട്ട് കിട്ടിയേക്കണേ. ഇതൊരു പ്ലാസ്റ്റിക് അല്ല, ഫുള്ളി അലുമിനിയം ഫ്രെയിമാണ് ഇവർ യൂസ് ചെയ്തേക്കണേന്ന്. ഫ്രെയിം അലുമിനിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്നാ പറയണേ, പ്രീമിയം ഫോൺ ഹോൾഡ് ചെയ്യണ അതേ ഫീലാണ് കിട്ടണേ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സിലിക്കോൺ കേസ് വരുന്നുണ്ട്. ദയവ് ഇത് വേറെ സിലിക്കോൺ കേസ് ഓർഡർ ചെയ്യുക, അത് ഒട്ടും കട്ടിയില്ല. ഈ ഫോണിൻ്റെ വിലയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ കേബിൾ കവറേ അല്ലത്. അതുപോലെ ഈ C2C കേബിൾ അത്യാവശ്യം നല്ലൊരു C2C കേബിളാണ്, പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. പിന്നെ ഈ ഒരു അഡാപ്റ്റർ, ഈ ചാർജർ മെയിനായിട്ട് പ്രീമിയം തന്നെയാണ്, ഒന്നും പറയാനില്ല. ഒരു ചാർജറാണ്, ഒരു 100 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. പിന്നെ നോർമൽ സിം ഇഞ്ചക്റ്റിംഗ് ടൂളാണ്, അതൊരു പ്രത്യേകിച്ചൊന്നുമില്ല, നോർമൽ സിം ഇഞ്ചക്റ്റിംഗ് ടൂള്. പിന്നെ ഇതിനെ പിടിക്കുമ്പം ഒരു ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു വിലയുള്ള മൊബൈലാണ് ഹോൾഡ് ചെയ്യുന്നേക്കാൾ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കാരണം അത്യാവശ്യം ഒരു അലുമിനിയം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓൾറെഡി ഒരു ചെറുതായിട്ടൊരു കൂളായിട്ടാണ് ഫോണിൽ ഇരിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ക്യാമറ, അതിൻ്റെ ഡിസൈൻ, പിന്നെ ഇതിൻ്റെ ഒരു ബാക്കിലൊരു പാറ്റേൺ ഉണ്ട്. പാറ്റേണൊക്കെ ലൈറ്റിങ്ങിനനുസരിച്ച് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഓരോന്ന് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, ക്യാമറ, അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഈ 3 കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു ഫോണാണിത്. പ്രത്യേകിച്ച് ഈ ഒരു റേഞ്ചിൽ ഇതൊരു 53,000 52,000 സംതിങ് ഇന്ത്യൻ മണി റേറ്റ് ഉണ്ട്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊരു ചാർജിങ് സ്പീഡ്, ഗെയിമിംഗ് പെർഫോമൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം 4K 60 ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, ഡേ ലൈറ്റിൽ പോലും നമുക്ക് വളരെ മികച്ച രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഡേ ലൈറ്റ് ആയാലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് നല്ല ബ്രൈറ്റ്നസ് ആണ്. ഡേ ലൈറ്റിൽ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ റൂമിൻ്റെ ഉള്ളിലാണ്, അപ്പം ഡേ ലൈറ്റിൽ പോലും നമുക്ക് നല്ല ബ്രൈറ്റ്നസ് ആണ്. ചാർജിങ് സ്പീഡ് ഏകദേശം ഒരു 15 സെക്കൻഡിനുള്ളിൽ തന്നെ 1% കയറുന്നു. 15 ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് 1% ചാർജ് കയറും. ഒരു 15 സെക്കൻഡ് കൊണ്ട് ചാർജ് ചെയ്യുന്ന ഫോൺ പൊതുവേ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഏകദേശം PD ചാർജറാണ് ഇവർ തരുന്നത്. ഈ ചാർജർ നല്ല എക്സ്പെൻസ് ഉള്ള ചാർജറാണ്, നമുക്ക് ഇത് ഫോണിൻ്റെ കൂടെ തന്നെ ഇവർ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ശ്രദ്ധിച്ച് നോക്കിയറിയാം, അലുമിനിയം ഫ്രെയിമാണ് സൈഡിൽ വരുന്നത്. അത് നല്ല ഫിനിഷിങ്ങിലാണ് ഇവർ, ടെക്സ്ചർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സ്മൂത്തായിട്ടാണ് ചെയ്തേക്കണേ. സൈഡ് ഇതെനിക്ക് പ്ലാസ്റ്റിക് ആണെന്ന് ഫീൽ ചെയ്യണോ അറിയത്തില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ക്യാമറ ഒരു രക്ഷയില്ല, അടിപൊളി ക്യാമറ. പിന്നെ അപ്ഡേറ്റ് ഒന്നും അവർ നശിപ്പിക്കാതിരുന്നാൽ മതി, പക്ഷേ ക്യാമറ അടിപൊളിയാണ്. പിന്നെ സ്ക്രീൻ ക്വാളിറ്റി, ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ടച്ച് വളരെ സൂപ്പർ ടച്ചാണ്. പിന്നെ iQൻ്റെ തന്നെ ഒരു കസ്റ്റം UI ഇവർ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്, കസ്റ്റം UI ആണ്. അപ്പം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ ഫോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു UI ആണ് ഇവർ ഇത് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ കസ്റ്റം UI അത്യാവശ്യം അടിപൊളിയാണ്. ഈ ഫോൺ ഓണാക്കുമ്പോൾ തന്നെ നമ്മൾ ആ UIയിലാണ് എൻ്റർ ആവുന്നത്. അപ്പം അത്യാവശ്യം ഇതിൻ്റെ സ്മൂത്ത് ആയിട്ടാണ് ഇവർ ഇതിൻ്റെ എല്ലാം ഹാൻഡിൽ ചെയ്തേക്കണേ. പിന്നെ ബ്ലോട്ട് വെയർ അത്യാവശ്യം ഉണ്ട് കേട്ടോ, തീരെ കുറവാന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ അത്യാവശ്യം ഒരുപാട് ഇല്ല. അതുകൊണ്ടോ നോർമൽ ബ്ലോട്ട് വെയർസ് ആണ് ഉള്ളൂ. എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ, എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഫോൺ മേടിക്കുമ്പോൾ തന്നെ ബ്ലോട്ട് വെയർ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഫുള്ളി നോട്ടിഫിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഫോണിൽ അനാവശ്യമായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ പഴയ റിവ്യൂ ചെയ്യണം, പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ബ്ലോട്ട് വെയർ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് പുതിയ ഫോൺ യൂസ് ചെയ്യാൻ, പ്രത്യേകിച്ച് ചൈനീസ് ബ്രാൻഡുകൾ. പിന്നെ ചാർജിങ് സ്പീഡ് എല്ലാം അടിപൊളിയാണ്. അഡാപ്റ്റർ മാക്സിമം കേടാക്കാതിരിക്കാൻ നോക്കുക. ഇതിൻ്റെ കൂടെ ഒരു സിലിക്കോൺ കവർ ഇട്ടിട്ട് ദയവേത് നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക, ഫോൺ പെട്ടെന്ന് ഡാമേജ് ആകും. കാരണം സിലിക്കോൺ കവർ ഒരു 50 രൂപയുടെ ഒരു വിലയില്ലാത്ത ടൈപ്പിലുള്ള കവറാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിരിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾ കവറും കൂടെ അതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഈ മൊബൈൽ സ്പെഷ്യലായിട്ട് ഒരു ബട്ടൺസും ഇല്ല. AIക്കോ ക്യാമറയ്ക്കോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സ്പെഷ്യൽ ബട്ടൺസ് വരുന്നില്ല. അതുപോലെ 3.5mm ജാക്കില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം മൊബൈൽ പിടിക്കുന്ന അതേ ഫീലാണ്. മെറ്റലാണ് മൊബൈൽ, അലുമിനിയം ഫ്രെയിംസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയുടെ നോച്ച് വളരെ ചെറുതാണ്. ഫ്രെയിം ഭയങ്കര പ്രീമിയം ആയിട്ട് ഇവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ ബാക്കിലെ ഡിസൈൻസ്, പാറ്റേൺസ് വളരെ ലൈറ്റിൽ നല്ല രീതിയിൽ അത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ OS ബൂട്ട് ചെയ്യണ സ്പീഡ് വളരെ സ്പീഡ് അപ്പാണ്. നല്ല രീതിയിൽ ഒറിജിനൽ വോയിസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒറിജിനൽ വോയിസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല സ്മൂത്ത് ഇൻ്റർഫേസ് ആണ്. ഹാങ്ങോ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഇതിൻ്റെ എഡ്ജ് സൈഡിലെ ബെസൽ അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കണം, ഭയങ്കര ചെറുതാണ്.
ഡിസ്പ്ലേ ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുവാണ് സൈഡിൽ, അത്രമാത്രം സൈഡ് ഇല്ല. ഞാനിപ്പോൾ ക്യാമറ നല്ല രീതിയിൽ സൂം ചെയ്ത് പിടിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഗാർഡ് മേടിച്ചൊട്ടിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്ക്രീൻ ഗാർഡ് മേടിച്ചൊട്ടിക്കാൻ നോക്കുക. അപ്പം അത്യാവശ്യം ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല, പ്രൈസിൽ നല്ലൊരു ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ സ്റ്റാർട്ട് നൗവിൻ്റെ ഒറിജിനൽ വോയിസ് നാട്ടോ കൊടുത്തേക്കണം അവർ. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് അടിച്ച് നോക്കുക. ഇതിൻ്റെ ലൗഡ് സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ S26 പോലെയൊന്നും ബേസ് ഉള്ള ലൗഡ് സ്പീക്കറൊന്നുമല്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ സൗണ്ട് കേട്ടു നോക്ക്. R ക്യാമറയാണ് ടെസ്റ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 2 ക്യാമറയാണ് വരുന്നത്. ഒരു 15 MB ഒരു ക്യാമറയും ഒരു 8 MB ഒരു ക്യാമറയും. ഒന്ന് സോണിയുടെ തന്നെ ഒരു OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. ഫ്രണ്ടിലും ബാക്കിലും 4K 60 FPS സപ്പോർട്ട് ചെയ്തിട്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനൊക്കെ വളരെ സൂപ്പർ ഫോണാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറ, ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ, ഫോട്ടോഗ്രാഫിക്ക് വളരെ സൂപ്പറാണ്. നല്ല ഫോക്കസിങ് ആണ്. കളറ്, ഷാർപ്നെസ് എല്ലാം കളറൊക്കെ നല്ല പക്ക ക്ലിയർ കളർ കിട്ടുന്നുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോക്കസൊന്നും ഒട്ടും കട്ടായി പോകുന്നില്ല, നല്ല രീതിയിൽ ഫോക്കസ് ആവുന്നുണ്ട്. നോർമലി ചില സബ്ജക്റ്റൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫോക്കസ് ഔട്ട് ആവാറുണ്ട്. ഇതിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല, നല്ല രീതിയിൽ ഫോക്കസ് ആവുന്നുണ്ട്. 200 FPയുടെ ഫോക്കസ് ഇച്ചിരി ബെറ്ററാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ അതോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോക്കസ് ആയാലും ഇതിൻ്റെ കളറാണ് ഇച്ചിരി ഞാൻ പറയാണ്ട് നല്ലൊരു ഷാർപ്നെസ് കൊടുക്കേണ്ടത്. ഇവരുടെ തന്നെ ഒരു ലെൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണെന്ന് തോന്നിയിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഷാർപ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഹീറ്റിംഗ് വരുന്നുണ്ട്, ഒരുപാട് ഓവർ ഹീറ്റിംഗ് അല്ല. പക്ഷെ എന്നാലും ക്യാമറ അടിപൊളിയാണ്. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കും ഇതിൻ്റെ ക്യാമറ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ മെയിനായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഫ്രണ്ട് ക്യാമറയിൽ വരുമ്പോൾ ഇതാണ് ഫ്രണ്ട് ക്യാമറ. ഫ്രണ്ട് ക്യാമറയിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് കളറും കാര്യങ്ങളും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഹെയറൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ ഡീറ്റെയിൽ കിട്ടുന്നുണ്ട്, നല്ല ഫോക്കസിങ് ആണ്. എനിക്ക് തോന്നുന്നത് ക്യാമറ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്, വേറെ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്യണില്ല. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ക്യാമറ നടക്കുമ്പോഴായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റണം. ക്യാമറ വീഡിയോയിലെ കാര്യത്തിൽ നല്ല അടിപൊളിയാണ്, കാരണം 4K 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ iQൻ്റെ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ. ഇത് വിവോയുടെ ഫ്ലാഷ് ചാർജറാണിത്. ഇതൊരു 100 വാട്ട് ചാർജറാണ് ഗൈസ്. ഇത് വെച്ച് നിങ്ങൾക്ക് മാക്ബുക്ക് എന്ത് വേണമെങ്കിലും ചാർജ് ചെയ്യാം കേട്ടോ, കാരണം ഇതിന് 100 വാട്ട് ഉണ്ട്. ഇത് നമ്മുടെ മൊബൈലിൽ കുത്തുമ്പോൾ തന്നെ 2 ഓപ്ഷൻ കാണിക്കും, നോർമൽ മോഡും ഹൈ സ്പീഡ് മോഡും. ഈ ഹൈ സ്പീഡ് മോഡിലിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു 15 സെക്കൻഡ് പോലും വേണ്ട ഒരു 1% ചാർജ് കയറാൻ. അതുപോലെ ചാർജ് കയറുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇറങ്ങിപ്പോകാനുള്ള സ്പീഡും വളരെ കുറവാണ്, ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല. അപ്പം നല്ലൊരു ചാർജറാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.